നിങ്ങൾ എന്നോടൊരു കൊലച്ചതി ചെയ്തിട്ടുണ്ട്. എന്താണ്? കാരണം ഡാൻസ് ചെയ്യണ്ട. അല്ല, ആ നിയോൺ റൈഡിൽ തന്നെ ആ സ്പാനിഷ് വേർഡ്സ് അതിന്റെ അർത്ഥം എന്താണ് ശരിക്കും ഇല്ല, അത് മലയാളം എഴുതി, ഇംഗ്ലീഷ് എഴുതി, ഏത് പാട്ട് കമ്പോസ് ചെയ്ത് ഓക്കെ ആയപ്പോ ഞാൻ സേഫ് ആയി. കേരളത്തിൽ ആരും സ്പാനിഷ് പാടാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷ് അത് ഓർമ്മയുണ്ടോ ലിറിക്സ്? ഇംഗ്ലീഷ് ഇല്ല, ഓർമ്മയില്ല. ഓർമ്മയില്ല. എന്റെ സ്റ്റുഡിയോയിലാണെങ്കിൽ ലോക്കോ ഇല്ല, ഒന്നുമില്ല. ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്താ പറയുക, ഒന്നും പറയാനില്ല. ഞാൻ വെറും വാക്ക് പറയില്ല. കാരണം ഇത് നമുക്കറിയാം, നമ്മുടെ ചില കാര്യങ്ങളിൽ നമുക്ക് ഇത് വിഷ്വലി ആണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിലാണെങ്കിലും ഒരു നമ്മുടെ ആക്ടിങ്ങിൻ്റെ സംഭവങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് അപ്പ് ചെയ്യാനായിട്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ആൾക്കാർ പറയുമ്പോൾ പോലും ഈ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ സൈഡ് മാറ്റി നിർത്തിയാൽ പോലും, അല്ലെങ്കിൽ ഡയറക്ഷൻ്റെയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിങ്ങിൻ്റെയോ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിലും. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ആൾക്കാർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം. അപ്പം ശരിക്കും ഈ സിനിമയുടെ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു ക്ലാസ് രീതിയിൽ ആണ് ഇത് ആദ്യം അപ്രോച്ച് ചെയ്യാനായിട്ട് വന്നത്. പിന്നെ ഇത് കുറച്ചും കൂടെ കമേഴ്ഷ്യൽ പാറ്റേണിലേക്ക് മാറാനായിട്ട് തീരുമാനിച്ചത്, അല്ലെങ്കിൽ എപ്പോഴാണ് ആ ഒരു കോൾ എടുത്തത്? ഫസ്റ്റ് ഹാഫിൽ ഏതായാലും ആ കോൾ എടുത്തിട്ടില്ല. അത് കാണുമ്പോൾ അറിയാം. കാരണം അത് കഥയൊക്കെ അനുയോജ്യമായ രീതിയിൽ തന്നെയാണ്. സെക്കൻഡ് ഹാഫ് ആ ഫൈറ്റ് ഏരിയയിലോട്ട് വന്നു. പിന്നെ ആക്ച്വലി ക്ലൈമാക്സ് എന്നെ ഒരാഴ്ച മുമ്പ് ജിത്തു ജിക്സെ ഏഴാമത്തെ റീൽ നോക്കി ക്ലൈമാക്സിലാണ് പുള്ളിയുടെ പേടി. അപ്പം ഞാൻ നേരെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ ക്ലൈമാക്സിലോട്ട് പോയപ്പോഴാണ് ക്ലൈമാക്സിലെ പരിപാടികളെല്ലാം. അപ്പം പിന്നെയും അവൾ കുറച്ച് ഫൈൻ ട്യൂണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെ പിടിക്കണം, രണ്ട് രീതിയിലും പോവാം. ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ കുറച്ച് അപ്പ് ചെയ്ത് ഇന്നത്തെ ഇപ്പം മലയാളത്തിൽ അതൊരു റിഫൈൻഡ് ആയിട്ട് പോകാനാണല്ലോ നോക്കുന്നത്. ഞാൻ ഇപ്പം നമ്മൾ തെലുങ്കിലോ തമിഴിലോ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പം അപ്പം മാടിച്ചാറിനുണ്ടായിരുന്നു, ഇതുപോയുണ്ടായിരുന്നു. ആ ക്ലൈമാക്സിൽ നമുക്കൊരു തീം കിട്ടിയത് പിന്നെ ഞങ്ങൾ റിവേഴ്സ് ചെയ്ത് ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുപോയത് പ്ലേസ് ചെയ്തു. അങ്ങനെ ഒരു ഇപ്പം ഇൻട്രോയിൽ തന്നെ നമുക്ക് ആ ഒരു എനർജി, ചാക്കോച്ചനെ വരുന്ന ആ മൂഡ് തന്നെ ഒരു എനർജി ഉണ്ട്. പോലീസ് പ്രൊഫഷണൽ കയറി വന്ന് ടൈറ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് തീം കിട്ടി. പക്ഷെ ആ തീം വളരെ സോഫ്റ്റ് വേർഷൻ ആയിരുന്നു. ക്ലൈമാക്സിൽ ഇത് പ്ലേസ് ചെയ്ത് ആ പോകുന്നതും ആ ടെയിലെൻഡിന്റെ തൊഴിൽ തന്നെ നമ്മൾ കുറേ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് അതിൽ ലോക്ക് ആകുക എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഞാൻ മാർട്ടിനെ വിളിച്ച് സെറ്റ്, പുള്ളി ഹാപ്പിയാണ്. അന്ന് വരെ ടെൻഷൻ ആയിരുന്ന ആള് അന്ന് ഇത് കണ്ടോ. പക്ഷെ നിങ്ങൾ എന്നോടൊരു കൊലച്ചതി ചെയ്തിട്ടുണ്ട്. എന്താണ്? കാരണം ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിലെ ഹരിശങ്കർ എന്ന് പറയുമ്പോൾ അയാളുടെ വളരെ ഇമോഷണലി ഭയങ്കര ഇതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അയാൾ അറഗൻ്റാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ടഫാണ്. അയാൾ വേറെ രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് മൊത്തം ക്യാരക്ടറിൻ്റെ പരിപാടികളാണെങ്കിലും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊമോഷൻ്റെ കാര്യങ്ങളോട്ട് വരുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഓരോ ഇവൻറ്റുകളിലൊക്കെ പോകുമ്പോഴും ഞാൻ സേഫായിരുന്നു. കാരണം ഡാൻസ് ചെയ്യണം. ഹരിശങ്കർ നമ്മൾ ആ രീതിയിൽ കാണുന്നില്ല. അയാൾ വേറെ പാട്ടുകളും പരിപാടികളുമാണല്ലോ, എല്ലാം ഓക്കെയാണ്. അതിനിടയ്ക്കാണ് ഈ ദുഷ്ടൻ മറ്റേ ആ പാട്ട് കൊണ്ടുവരുന്നത്. നിയോൺ റൈഡുമായിട്ട് വരും. ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാല് ഞാനൊരു 5-8 പാട്ട് കൊടുത്തു. ഇവരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിക്കണ്ടേ. സത്യത്തിൽ വേറെ ആരെങ്കിലും ഇട്ടിട്ട് പോയത് എന്റെ പോലെ. അല്ല, ആ നിയോൺ റൈഡിൽ തന്നെ ആ സ്പാനിഷ് വേർഡ്സ് അതിന്റെ അർത്ഥം എന്താണ് ശരിക്കും? ഇല്ല, അത് മലയാളം എഴുതി, ഇംഗ്ലീഷ് എഴുതി, ഏത് പാട്ട് കമ്പോസ് ചെയ്ത് ഓക്കെ ആയപ്പോ ഞാൻ സേഫ് ആയി. അപ്പൊ ലിറിക്സ് സെറ്റ് ആവുന്നില്ല. ഇനി ഇത് മനസ്സിലാകാത്ത ഒരു സാധനം എടുത്ത് ഇതാണ് നോക്കേണ്ടത്. അപ്പൊ അതിനകത്തൊരു കോമഡി ഉണ്ട്. അത് ഞാൻ ആക്ച്വലി ഒരു സാമ്പിൾ ആയിരുന്നു വെച്ചത്. ഇടാൻ പറ്റത്തില്ലോ. അപ്പൊ ഇനി സ്പാനിഷ് പാടുന്ന ആളെ തപ്പണ്ടേ. ഞാൻ കേരളത്തിൽ ആരും സ്പാനിഷ് പാടാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് നമ്മുടെ കോർഡിനേറ്റർ ഉണ്ട്, വിൻസെന്റ് ഏട്ടൻ എന്ന് പറയുന്നത്. അല്ല, എന്നിട്ട് വീണ്ടും അത് ഇംഗ്ലീഷ് ആക്കി. അപ്പൊ പുള്ളി ഒരു ബഹളമാണല്ലോ, മൊത്തം പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇംഗ്ലീഷ് അത് ഓർമ്മയുണ്ടോ ലിറിക്സ്? ഓർമ്മയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. പെട്ടെന്ന് അത് കഴിഞ്ഞ ഇംഗ്ലീഷ് എഴുതി പുള്ളി അടുത്ത സിനിമയുടെ മാറ്റി വെച്ചിരിക്കുന്നത്. അതില് താൻ അധികം തോണ്ടണ്ട എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, അപ്പം ഇതിന്റെ സ്പാനിഷ് വന്നു കഴിഞ്ഞപ്പം മാടിച്ചാൻ ഒന്നും മനസ്സിലാവില്ല, ഒന്നും മനസ്സിലായില്ല, എല്ലാം സൂപ്പറാന്ന് പറഞ്ഞു. അപ്പോഴാണ് പിന്നെ നമുക്ക് ഈ ഒരു ആക്ച്വലി ഇതൊരു പ്രൊമോ സോങ് ആണ്. പ്രൊമോ സോങ്ങിനായിട്ടാണ് ബേബിനെ കൊണ്ടുവന്നത്, ബേബിജീനെ കൊണ്ടുവന്ന് പെർഫോം ചെയ്യിച്ച് ഒരു യൂഷ്വൽ ചെക്കിങ്. പുള്ളി ഇവര് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇൻഫോം ചെയ്യും, ഞാൻ ഇന്ന സമയത്ത് വരും. എന്റെ സ്റ്റുഡിയോയിലാണെങ്കിൽ ലോക്കോ ഇല്ല, ഒന്നുമില്ല.
ഞാനൊരു ദിവസം വേറെ ഏതോ മറ്റേ ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഒന്നും ഇല്ലല്ലോ ഇവര് ഞാൻ നോക്കുമ്പോ നേരെ സൈഡിൽ ആൾക്കാർ അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തോളൂ, ആർക്ക് വേണമെങ്കിലും കയറി ചെന്ന് പുള്ളി കമ്പോസ് ചെയ്ത് വെച്ച് അടിച്ചെടുത്തോണ്ട് പോവാ. അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ പ്രൊമോസോ ഒന്ന് കേൾപ്പിക്കും. പ്രൊമോസോ ഇട്ട് കേൾപ്പിച്ചു. അപ്പൊ ഇത് ആ 5th റീലിൽ ഒന്ന് ഇട്ട് നോക്കിയാലെന്ന് പറഞ്ഞു. ഇട്ടപ്പോ കറക്റ്റ് സെറ്റ്. അപ്പൊ പ്രൊമോസോൻ പോയി. അപ്പൊ പ്രൊമോസോ ഇനി വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഇനി ഒരു പ്രൊമോസോ ഇത് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഒരു ഭയങ്കര ഒരു മൂവ് ആയിരുന്നു അത്. കാരണം അത് പ്രൊമോ സോങ് ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റി. അത് പടത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അതൊന്ന് അറിയാം. ഈ പ്രിവ്യൂ ഒക്കെ കാണുന്ന ലാസ്റ്റ് പ്രിവ്യൂ ചവൻ കുറെ റെഫറൻസ് മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കാഴ്ചയ്ക്ക് വേണ്ടി. ഞാൻ ഈ പടം കഴിഞ്ഞപ്പോൾ ഞാൻ ജോന അസിസ്റ്റന്റ് ഡയറക്ടർ ജോന ആ പാട്ടൊന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആ റെഫറൻസ് കൊള്ളല്ലോ, അത് ഏത് പാട്ടാണ്? ചേട്ടാ അത് പടത്തിലെ പാട്ടാണ്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. കാരണം റെഫറൻസ് മ്യൂസിക് ആണല്ലോ പടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് വരുമ്പോ എനിക്കറിയില്ല. റോബി, നമുക്ക് അറിയാം നിവിൻ പോളിക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കി കൊടുത്ത ആളാണ് നിങ്ങൾ നടനാവാൻ. അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് നല്ലൊരു നടനെ കിട്ടി. അത് വേറെ കാര്യം. അടിപൊളി മനസ്സിലായി. അതെന്നിട്ട് പിന്നെ തട്ടത്തിൻ മറയത്തില് ഞാൻ അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിരുന്നു. എന്റെ ഉസ്താദ് ഹോട്ടലിലെ അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിരുന്നു. അതിന് സെക്കൻഡ് മൂവി തട്ടത്തിൻ മറയത്തില് ജോയിൻ ചെയ്തു. അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് ജോയിൻ ചെയ്തു. ജോമോൻ ചേട്ടനോട് ജോയിൻ ചെയ്തു. അപ്പൊ അന്ന് ഞാൻ വിനീതന്റെ അടുത്ത് പറയാൻ പോയില്ല. വിനീതന്റെ ഇങ്ങനെ ഓഡിഷന് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ 2 കൂട്ടുകാരുണ്ട്, സ്വരൂപ സിദ്ധാർത്ഥ പോലെ. അവര് പറഞ്ഞിട്ടാണ് അയക്കുന്നത്. പിന്നെ ആ സമയത്ത് ശരിക്കും ജോലിയും കൂടി ഇല്ലാണ്ട് വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് അവർ രസത്തിന് അയച്ചു വിട്ടു. അപ്പൊ അങ്ങനെ തട്ടത്തിമറത്തിൽ പോയപ്പോ വിനീതേട്ടൻ്റെ അടുത്ത് ഞാൻ പോയി പറയാനൊരിത് വിട്ടു. പക്ഷെ വിനീതേട്ടൻ തന്നെ കണ്ടുപിടിച്ചു, നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ട. അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. ഇപ്പം കണ്ണൂർ സ്ക്വാഡ് പോലുള്ളൊരു സിനിമ ചെയ്തു. നമ്മുടെ ഈ സിനിമയിൽ തന്നെ ശരിക്കും ഒരു ട്രാവൽ ഉണ്ട്, ഒരു ഇന്നോവയിലുള്ള സംഭവം ട്രാവൽ. അപ്പൊ എല്ലായിടത്തും വെച്ച് കഴിഞ്ഞു. അപ്പൊ നമ്മള് എടുക്കുമ്പോഴും പറയുന്നുണ്ട് കണ്ണൂർ സ്ക്വാഡിൽ താൻ ഇതിന്റെ എല്ലാം കഴിഞ്ഞല്ലോ. അപ്പൊ എന്താണ് പിന്നെ അതിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്തത്? അല്ല, മൊത്തത്തിൽ ഒരു ചലഞ്ചിങ് പ്രോജക്റ്റ് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഒന്നാമത് കുറെ നാളായി ക്യാമറ വിട്ടിട്ട്. വെരി ഗുഡ്. സ്ക്വാഡിന് ശേഷം ചെയ്യുന്ന ഒരു പടമാണ് കണ്ണൂർ സ്ക്വാഡ്. പ്രീ പ്രൊഡക്ഷനും ഷൂട്ടും എല്ലാം അങ്ങനെ ഇപ്പോൾ 2-3 വർഷം പോയി കിട്ടി. അപ്പൊ എനിക്ക് ഇനി ക്യാമറ ചെയ്യാൻ വരുന്നത് ഉറപ്പായിട്ടും ഒരു ഗംഭീര സാധനമല്ല. എനിക്ക് മനസ്സിന് പിടിച്ചൊരു സാധനം ചെയ്യണമെന്ന് ഭയങ്കര അതൊരു തീരുമാനമായിരുന്നു. പിന്നെ എല്ലാം കൂടി സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ മെയിനായിട്ട് ഹരിശങ്കറിന്റെ ക്യാരക്ടർ അതെങ്ങനെ റഫാക്കാം എന്നുള്ള കാര്യത്തിലാണ് ഹാൻഡിൽഡ് ഷോർട്സ് ആയിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസും എല്ലാം കൂടി, പിന്നെ ഈ പടത്തിലെല്ലാം കൂടി ചില പടങ്ങൾക്കല്ല മറ്റേ എല്ലാം കൂടി ഒന്ന് ചേർന്ന് പോകുന്ന കുറേ കാര്യങ്ങളില്ല. ഇതിപ്പോൾ ക്യാമറ ഒരെണ്ണം ചെയ്തു, എഡിറ്റപ്പ് ചമ്മൻ കലക്കി, അത് കഴിഞ്ഞ് ജെയ്ക് സൈഡിലേക്ക് കൈവച്ചു. അത് ഭയങ്കര ഒരു മാജിക് ആയിട്ട് എനിക്ക് തോന്നി. ഈ പടത്തിന് പല കാര്യങ്ങളും ഇപ്പോൾ സൗണ്ട് എഫക്ട്സും ചക്കോച്ചൻ്റെ അഭിനയവും ജിത്തൂടെ എല്ലാം കൂടി ചേർന്ന് പോകുന്ന ഒരു ഇടയ്ക്ക് അങ്ങനെ ഒരു പരിപാടി കിട്ടാറുള്ളൂ. എനിക്ക് തോന്നുന്നു റോബി ഏറ്റവും സമാധാനത്തോടുകൂടി ഷൂട്ട് ചെയ്തൊരു സിനിമ ശരിയാണോ തെറ്റാണോ ഇപ്പൊ പറയാം. എനിക്ക് ഷായബായോട് ഒരു ചോദ്യം ചോദിക്കാം. ഇനിയും പോലീസ് അതെയാണോ അത് വേറെ വല്ലതും കഴിഞ്ഞു? പുതിയ പോലീസ് അല്ല, അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടൊരു കഥയുണ്ട്, പിന്നെ പറയാം. സസ്പെൻസ് ആണ്. എടാ നീ ചോദിക്കും. സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ടും പ്രൊഡ്യൂസർ മാന്യമായ ശമ്പളം തന്നാൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഓഫീസറിന്റെ തേർഡ് പാർട്ട് ഉണ്ടോ? സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവുന്നുള്ളത്. അത് ആൾക്കാർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം നമ്മൾ രസമുള്ള ക്യാരക്ടറാണ് ഹരിശങ്കർ. നമുക്ക് പ്രീക്കിലോ സീക്കിലോ ഒക്കെ ചിന്തിക്കാവുന്ന ഒരു പരിപാടിയൊക്കെ തന്നെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, ഞാൻ ഇഷ്ടപ്പെടുക്കട്ടെ. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം ഒരു സിനിമ നന്നാവുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ശരിയായി വരിക എന്നുള്ളൊരു സംഭവമാണ്. ചിലപ്പോൾ സിനിമ നന്നായില്ലെങ്കിൽ നമ്മൾ ഏറ്റവും നന്നായി എന്ന് വിചാരിക്കുന്ന കാര്യം പോലും ആൾക്കാർ ഇത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കാറുണ്ട്. നമ്മളത് കേട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതിൽ ദൈവം സഹായിച്ച് ഈ പറയുന്ന പോലെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് എടുത്ത കോളുകൾ പോലും പടത്തിന് ഏറ്റവും പ്ലസ്സുകളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഭാഗ്യം, ഒരു അനുഗ്രഹം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അത് ആൾക്കാർ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം, ഒരു റിലീഫാണ് ശരിക്കും. പിന്നെ നമ്മളല്ലാണ്ട് ശരിക്കും നമ്മുടെ ബിഹൈൻഡ് നമ്മുടെ ടീമുകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ടീമിൽ വർക്ക് ചെയ്ത ആൾക്കാർ പലപ്പോഴും ശരിക്കും നമ്മള് മറ്റേ ഷൂട്ട് കഴിഞ്ഞ് രാത്രി ഇപ്പൊ അഥവാ 9 എന്നുള്ള സാധനം രാവിലെ പോയാലും
ബാക്കിയുള്ള ആൾക്കാരും അതേപോലെ നേരത്തെ എഴുന്നേറ്റ് അടുത്ത സെറ്റപ്പ് റെഡി സമയത്ത് പോയിട്ട് ഒമ്പതര സമയം സമയമില്ലല്ലോ. എവിടെ രാത്രി 9 ആ, ഈ സമയം ഇല്ല, അതേ പറഞ്ഞു 9:30 ടെൻഷനിലായിരുന്നു. ഫസ്റ്റ് സീനില് ഇന്നാവുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് ഫസ്റ്റ് ദിവസം അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. കാരണം അത് ഏറ്റില്ലെങ്കിൽ പിന്നെ അത് എന്ത് ചെയ്തിട്ടും അതെ 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 ഈ ആൾക്കാരെ കാണുമ്പോൾ ഈ സൗണ്ട് ഡിസൈനിങ്ങിന്റെ കാര്യം വളരെയധികം എടുത്തു പറയുന്ന കാര്യമാണ്. അത് സാധാരണക്കാരുൾപ്പെടെ, അതായത് ടെക്നിക്കൽ സൈഡിലുള്ള ടെക്നീഷ്യൻസ് മാത്രമല്ല, സാധാരണക്കാരുൾപ്പെടെ സൗണ്ട് ഡിസൈനിങ്ങിനെ പറ്റി പറയുമ്പോൾ അതൊരു കമന്റബിൾ എഫേർട്ടാണ്. പലർക്കും അറിയത്തില്ല ആരാണ് ഇതിന് പുറകിലെന്നുള്ളത്. നിങ്ങൾ എന്നെ സ്വയം പരിചയപ്പെടുത്തുക, ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത്. എൻ്റെ പേര് ശങ്കരൻ, വൺ ഓഫ് ദ സൗണ്ട് ഡിസൈനറാണ്. സിദ്ധാർത്ഥൻ, വൺ ഓഫ് ദ സൗണ്ട് ഡിസൈനർ. ഞാൻ വിഷ്ണു സുജാതൻ, സൗണ്ട് മിക്സിംഗ്. ഒരുപാട് ഭയങ്കര സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടും കൂടി പറയുന്ന, കാരണം ഹരിശങ്കർ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സൗണ്ട് അല്ലെങ്കിൽ അയാൾ പറയുന്ന ഡയലോഗുകൾ ഇത്ര ഗാംഭീര്യത്തോടെയും അല്ലെങ്കിൽ ആ ഇമോഷണൽ വേരിയേഷൻസിലൂടെയും അത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർക്ക് കേൾക്കാനായിട്ട് പറ്റിയതിന്റെ ഒരു വലിയൊരു ഫാക്ടർ നിങ്ങളുടെ സൗണ്ട് ഡിസൈനിങ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ ഇത് ഏത് രീതിയിലായിരിക്കും നിങ്ങൾ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നത്? നമ്മളെ ആക്ച്വലി ചമന്റെ അടുത്ത് ഒരു പ്രിവ്യൂ കണ്ടിരുന്നു, റഫ് കട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ 2 റീൽ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മാട്ടി ചേട്ടൻ വന്ന് രജിത് ചേട്ടൻ ഇവരെല്ലാം വന്ന് കണ്ടു കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് കംപ്ലീറ്റ്ലി ഒരു മാസ് ലൈക്ക് കൊമേഴ്ഷ്യൽ രീതിയിലാണ് പരിപാടി വേണ്ടത്. ആളുകൾക്ക് മറ്റൊന്നും ചിന്തിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കരുത് നമ്മൾ. ജസ്റ്റ് എല്ലാം മീൻസ് വേറൊരു ഇതിലേക്ക് പോകേണ്ട ഫുൾ പവർ പാക്ഡ് ആയിട്ടിരിക്കുന്ന. നിങ്ങൾ 3 പേരും ഒരു ടീമായിട്ടാണോ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്? മെജോറിറ്റി പടങ്ങൾ ഞങ്ങൾ ഒരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്തേക്കണം. അപ്പോൾ പടത്തിന് ആവശ്യമായ മൂഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള പരിപാടി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. ത്രില്ലർ അങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യാൻ വളരെ കുറവേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതലും പ്രേമലു അങ്ങനത്തെ റോംകോം റിയലിസ്റ്റിക് പടം നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇങ്ങനത്തെ പടം നമ്മൾ കിട്ടാൻ ആക്ച്വലി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പടം കിട്ടിയപ്പോൾ നമ്മൾ മാക്സിമം അടിച്ചു പൊളിക്കാന്നുള്ള പരിപാടി നമ്മൾ ചെയ്തത്. നമ്മൾ ആദ്യം ബിസിനസ് കട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കേൾക്കുന്ന ഈ ഷാഹി കബീർ എന്നുള്ള പേര് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളത് ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു റൈറ്റിംഗ് പാറ്റേണിലാണ്. അപ്പോൾ നമ്മളും പടം വരുമ്പോൾ അങ്ങനെ ആയിരിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു. പിന്നെ നമ്മൾ എഴുച്ചമ്മൻ്റെ അടുത്ത് പോയിട്ട് എടുക്കൽ ഫസ്റ്റ് കട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാകുന്നത്. പിന്നെ അപ്പോൾ മനസ്സിലായത് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ക്യാരക്ടറിൻ്റെ ഇമോഷനിലൂടെ തന്നെ നമ്മുടെ സൗണ്ടും പോകണം എന്നുള്ളൊരു ഒരു ഇൻറ്റൻറ്റോട് കൂടി തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പോൾ അതാണ് എല്ലാവരും സംസാരിച്ചപ്പോൾ റിവ്യൂസിലെല്ലാം വന്നിട്ടുണ്ടായിരുന്ന ഒരു റോക്ക് ക്രീക്ക് പോലത്തെ ഒരു സൗണ്ട്. അതാരും എടുത്ത് പറഞ്ഞു റോക്ക് ക്രീക്കിന്റെ ഒരു സാധനം. അപ്പോൾ നമ്മളത് ചെയ്ത് അതൊരു മേജർ പാർട്ടാണ്. ഒരു ഹാങ്ങിങ്ങിന്റെ ഒരു റോക്ക് ക്രീക്കാണ്. അത് ആ ക്യാരക്ടറിന്റെ ഹരിശങ്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കൂടെ തന്നെ ഒരു ട്രോമ പോലെ നിൽക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മൾ എത്രത്തോളം ക്യാരി ചെയ്ത് പോകുമ്പോൾ ആ ക്യാരക്ടർ ഇമോഷൻ മൊത്തത്തിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ പടം റിലീസായി അത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു സമയം, ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സിനിമയുടെ ടെക്നീഷ്യൻസിൻ്റെ കൂടെ ഇരുന്ന് മാത്രം ഒരു ടോക്ക് നടത്തുന്നത്. അത് താങ്ക് യു ഫോർ ദാറ്റ്. കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലാണ്. ഏതൊരു രീതിയിലും എന്താ പറയുക, എന്നെ എങ്ങനെയാണോ ആൾക്കാർ കണ്ടിരുന്നത് അതിൽ നിന്ന് എല്ലാ തരത്തിലും മാറ്റി മറിച്ച ഒരു കഥാപാത്രം, ഒരു സിനിമയുമാണ്. അപ്പം അത് നിങ്ങളില്ലാതെ എനിക്കത് പറ്റില്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സോ ഈ ഒരു വേദിയിൽ എൻ്റെ ഒരു പേഴ്സണൽ താങ്ക്സ് കൂടെ പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ഫ്രം മൈ ഹാർട്ട്. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ഞാൻ പോയി പുഷപ്പെടുക്കട്ടെ. വെറും ഒരു കാറ് മറിക്കാൻ പറ്റുന്നില്ല. ആ ലോറി വന്ന് ഇടിച്ചിട്ട് അല്ലല്ല പുള്ളി ചോദിച്ചത് സാർ 2 പ്രാവശ്യം കണ്ടോ വേണ്ട, ഇല്ല ഓവറാക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ടേണിങ് മതി എന്ന് പറഞ്ഞു. എല്ലാവരും മാറ്റി നിർത്തിക്കോ നിങ്ങൾക്ക് പറഞ്ഞ് മാറ്റി എടുത്തിട്ട് വന്നിടിച്ച് ആ വോൾവോ അല്ല മറ്റേ പോളോ ആണല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആംബുലൻസ് പറഞ്ഞേ സത്യമായിട്ട് ലൈറ്റ് പോകുന്നു വെളുപ്പിനാവുന്നു സാധനം അങ്ങനെ തന്നെ ഇരിക്കുക. എന്നാ ലോറി വരുമ്പോഴേ ഇലക്ട്രിക് ലൈനൊക്കെ എല്ലാം അല്ല പറഞ്ഞു ആക്ഷൻ സീൻ ചാക്കോ ചോദിക്കുമ്പോൾ ഞാൻ മടുത്തു. ഇനി നിങ്ങൾ സംസാരിക്കും. ഞാൻ വെള്ളം കുടിച്ചു.